കോഴിക്കോട് ഗർഭസ്ഥ ശിശു മരിച്ചതിന് പിന്നാലെ ചികിത്സയിലായിരുന്ന അമ്മയും മരിച്ചു. ബാലുശ്ശേരി സ്വദേശി അശ്വതിയാണ് മരിച്ചത്. കുഞ്ഞിന്നലെ മരിച്ചിരുന്നു. സംഭവത്തിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതായാണ് ആരോപണം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇക്കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു അശ്വതിയെ പ്രസവത്തിനായിട്ട് അത്തോളിയിലുള്ള മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പല ഘട്ടങ്ങളിൽ ഈ അശ്വതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ട സമയത്ത് സിസേറിയൻ ചെയ്യണമെന്ന് ഈ അശ്വതിയും ബന്ധുക്കളും ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സാധാരണ പ്രസവത്തിൽ നടക്കുമെന്നും അതിനായി കാത്തിരിക്കാമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞ് അശ്വതിയെ വിശ്വസിപ്പിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അശ്വതിക്ക് വല്ലാത്ത രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും തുടർന്ന് ഗർഭസ്ഥ ശിശു മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അശ്വതിയെ അവിടെ നിന്ന് മാറ്റി കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളരെ തീവ്രമായ വേദനയോട് കൂടിയിട്ടായിരുന്നു അശ്വതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് തന്നെ അശ്വതിയുടെ ബന്ധുക്കൾ അത്തോളിയിലെ പോലീസിന് പരാതി നൽകിയിരുന്നു. ആദ്യം മുതലേ തന്നെ സിസേറിയൻ നടത്തി അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണമെന്നൊരു കാര്യം ബന്ധുക്കൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. എന്നാൽ അതിന് തയ്യാറാവാതെ ആശുപത്രി അധികൃതർ അവരുടെ താല്പര്യപ്രകാരമുള്ള നടപടിയായിരുന്നു ഇവരുടെ ചികിത്സയിൽ സ്വീകരിച്ചത് എന്നൊരു ആരോപണമാണ് പ്രധാനമായിട്ടും ഈ ബന്ധുക്കൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. തുടർന്ന് ഇന്ന് അശ്വതിയും മരിച്ചിരിക്കുകയാണ്. വിഷ്ണു, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.